അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് സ്റ്റൈലുണ്ട്. രഘുനാഥ് പലേരിയുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു അത്. ശരിക്കും പുള്ളിയുടെ പല തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹ്യൂമറും ഭയങ്കര രസമായിട്ട് കൈകാര്യം ചെയ്യും. ഹ്യൂമറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങളിൽ ഒന്നായിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്ന പടമാണ് മേലെ. അപ്പൊ എന്നോട് പലരും പറയുന്നുണ്ട്, ഇപ്പോഴും ഞാൻ ചെറിയ വേഷമാണ് ശരിക്കും പോലെ, എന്നോട് പലരും പറയുമ്പം പ്രത്യേകിച്ച് ഇപ്പം എടുത്തെടുത്ത് പറയുന്നുണ്ട് ഈ ക്യാരക്ടറിനെ പറ്റി. എനിക്കൊന്ന് ഇങ്ങനെ ഏറ്റവും നല്ല സിനിമ ഏതാന്ന് തോന്നുന്നു ഈ രാജസേനന്റെ. ഷാജി കലാസ് രഞ്ജി പണിക്കർ ടീമിന്റെ ഒരു കാലം, ജോഷി സാറിൻ്റെമായിട്ടുള്ളൊരു സൗഹൃദം, ഇതൊക്കെ ഒരു സിനിമയിൽ കുറേ നല്ല വേഷങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. ഷാജി രഞ്ജി പണിക്കർ അവരുടെ ഷാജിയുടെ ഫസ്റ്റ് ഫിലിമിൽ ഞാനുണ്ട്. ന്യൂസ് എന്ന് പറഞ്ഞ സിനിമയാണ് ഷാജി. അന്ന് ഞാൻ എന്നെ വിളിച്ചിരുന്നു. അത് മുതൽ ഞാനുണ്ട്. അത് കഴിഞ്ഞ് മറ്റേ സ്ഥലത്തെ പ്രധാന വയൻസ് തലസ്ഥാനം. ഈ അതെ തലസ്ഥാനം തോന്നുന്നു വേറൊരാളെ എഴുതാൻ വന്നതാണ്. എഴുതാൻ വന്നാൽ എന്തോ ശരിയാകാതെ വന്നിട്ട് അങ്ങനെയാണ് രഞ്ജി പണിക്കർ വരുന്നത്. അപ്പൊ രഞ്ജി വന്നപ്പോൾ രഞ്ജി അതിന് മുമ്പ് എൻ്റെ ഫ്രണ്ടാണ്. ഷാജിക്ക് മുൻപേ എൻ്റെ സുഹൃത്താണ് രഞ്ജി പത്രപ്രവർത്തകനായിരുന്നു മാതൃഭൂമിയിൽ. അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിട്ടുണ്ട്, അങ്ങനെ എനിക്കറിയാം. അല്ലാതെ ഞാൻ പലതിന് മുമ്പ് മമ്മൂട്ടിക്കൊരു ഇതുണ്ടായിരുന്നു, സുറുമി എന്ന് മറ്റേ പറഞ്ഞൊരു കാസറ്റ്, പണ്ട് കാസറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് മുതൽ എനിക്കറിയാം. ഇപ്പൊ രഞ്ജി വന്നപ്പോൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യമായി. ആ സ്വാതന്ത്ര്യം കാരണമാണ് ഞാൻ ചേറാടിക്കറി എനിക്ക് അഭിനയിക്കാൻ പറ്റിയത്. അതെനിക്ക് വേറൊരു വേഷമാണ്. അപ്പം ഞാൻ അത് വേണ്ട, എനിക്ക് വേറെ എന്നൊക്കെ പറയാലോ, എനിക്കത് വേണ്ട ഇത് വേണമെന്ന് പറയുന്ന അത്രയ്ക്കുള്ള സൗഹൃദമുണ്ട്. പിന്നെ രഞ്ജിയുടെ ആ പടത്തിൽ അഭിനയിച്ച പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് കൂടി ആസ് എൻ ആക്ടർ. അന്നൊക്കെ ഈ മലയാള സിനിമയുടെ അവസ്ഥ എന്ന് വെച്ചാൽ ഒരു നടൻ, അപ്പം ഞാനെന്നല്ല ഏതൊരു നടനാണെങ്കിലും ആ നടൻ വന്ന് ഞാൻ നടൻ്റെ ഇമേജ് ഉണ്ടാവും. ആ ഇമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഇമേജിൽ കിടന്ന് കളിക്കേണ്ടി വരും. അയാളെ അങ്ങനത്തെ കഥാപാത്രം വിളിക്കുമ്പോൾ അച്ഛനായിട്ട് വന്നാൽ അച്ഛനായിട്ട് തന്നെ വരും, അമ്മാവൻ ക്യാരക്ടർ അമ്മാവൻ ക്യാരക്ടർ തന്നെ എന്ന് പറയുന്ന പോലെ അവസ്ഥ ഉണ്ടായിരുന്നു മലയാള സിനിമയിൽ. ആ സമയത്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു എടുത്തുചാട്ടം ചെയ്തത് ഞാനാന്ന് തോന്നണം. വളരെ വ്യത്യസ്തമായ കഥാപാത്രം. ആ പ്രായത്തിൽ അങ്ങനെയുള്ള സ്ഥലത്ത് വേറെ ചെയ്തിട്ടുണ്ടോന്ന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇല്ലെന്ന് എൻ്റെ ഇപ്പോഴത്തെ എനിക്ക് തോന്നണേ, എനിക്കറിയില്ല കേട്ടോ. അപ്പം അതിനൊരു ഭയങ്കര റിസ്ക് ഉണ്ട്. അത് ബോറാണെങ്കിൽ നമ്മുടെ ലൈഫ് പോയി. അപ്പം പിന്നെ രഞ്ജി താൻ ചെയ്യുമോ? അപ്പം ഞാൻ ചെയ്യും. ഇവിടെ ഒരു വയസ്സൻകാരനാണ്, അപ്പം ഞാൻ ചെയ്യാം, വന്നാൽ താൻ ചെയ്യും. പക്ഷെ ആ ഒരു കോൺഫിഡൻസ് രഞ്ജി പറഞ്ഞു. ഷാജി വിളിച്ചോടാ ഇങ്ങനെ മാതിരി കുട്ടനെ ചെയ്യാന്ന് ചെയ്യട്ടെ, ചെയ്തോളൂ. അപ്പം ഇത് പറയുമ്പോൾ നമുക്കൊരു പിന്നെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കടലിൽ പിടിച്ചിട്ട് നീന്താൻ പറയുന്ന പോലെയാണ്. അതിൻ്റെ ഒരു ടെൻഷൻ ഭയങ്കരമാണ് ഓരോ നിമിഷവും. പിന്നെ ഇത് ഓരോ ഇങ്ങനെ കെട്ടി ഒരു നമ്മൾ സൈക്കിളിൽ കയറുന്ന പോലെ ബാലൻസ് ആയി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പോകും. പക്ഷെ അതിൻ്റെ ഒരു റിസ്ക് ഉണ്ടായിരുന്നു. അത് പിന്നീടാണ് ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. അന്നെൻ്റെ ആവേശത്തിന് ഞാൻ കയറി പിടിച്ചത്. അതെങ്ങാനും ചളവായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പോയി. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ അതെനിക്കൊരു പിന്നീട് രഞ്ജി എഴുതിയ കിങ്ങിനകത്ത് ഒരു ആബ്സെന്റ് മൈൻഡ് ആയിട്ട് ശരിക്കും പ്രായമൊക്കെ ആണ്. അതിപ്പോൾ ഒരു പ്രത്യേക വ്യത്യസ്തമാണ് ആ കഥാപാത്രം, മമ്മൂസിൻ്റെ ഫ്രണ്ടായിട്ട്. അതുപോലെ മാഫിയ, ഒരു കാലിന് ഡിസബിലിറ്റി ഉള്ളൊരു ശിവപ്പ എന്ന ക്യാരക്ടർ, അതും വ്യത്യസ്തമായ. പിന്നെ രഞ്ജിയുടെ തന്നെ രൗദ്രം. എന്നെ അറിയാവുന്നതുകൊണ്ടേ ഒരു ആക്ടറും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററും തമ്മിലുള്ള ബന്ധമാണ്. ഇയാളുടെ ഔട്ട്പുട്ട് എന്തുമാത്രം ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ബോധമുള്ളതുകൊണ്ടാണ് അത് സാധിക്കുന്നത്. അപ്പം അതൊരു വലിയ കാര്യമാണ്. ഇപ്പം എന്നെ പൂക്കാലം എന്ന സിനിമയെ വിളിച്ചാൽ അവർ എന്നെ വിളിക്കുന്നു എന്നുള്ളതിൽ വലിയ കാര്യം. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അങ്ങനെ കഥാപാത്രം എന്നിൽ എത്തുന്നു എന്നുള്ളതാണ്. കിഷ്കിന്ധാഘാതത്തിലെ കഥാപാത്രം എന്നിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് എൻ്റെ ഭാഗ്യം. അതിന് ഇയാള് കുഴപ്പമില്ല, ഇയാളെ ചെയ്യും എന്നൊരു വിശ്വാസം അവർക്കുള്ളതുകൊണ്ടല്ലേ. അപ്പം ആ വിശ്വാസം ഉണ്ടാക്കാൻ എങ്ങനെയോ കാലങ്ങൾ കൊണ്ട് എനിക്ക് പറ്റിയാലും സംഭവിച്ചതാണ്. പക്ഷെ കഥാപാത്രം എത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. ഇപ്പം അവാർഡ് കിട്ടുന്നു എന്ന് പറഞ്ഞതിനെക്കാട്ടിലും വലിയ കാര്യം, വലിയൊരു അവാർഡെന്ന് പറയുന്നതാണ് നമ്മളെ തിരക്കി. അതായത് ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കും ഒരു സംവിധായകനും അവർക്ക് അതിനെപ്പറ്റി വ്യക്തമായ ബോധമുണ്ട് നമ്മുടെ സിനിമ എന്തായിരിക്കും. അതിന് ഇയാൾ പറ്റും എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ അവാർഡായിട്ട് തോന്നുന്നത്. അല്ല പിന്നെ എങ്ങനെയാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്? അപ്പം അതൊരു 100 പേര് കാണികളിൽ 1,00,000 പേരുണ്ടാവും, അല്ല കോടി ആൾക്കാരുണ്ടാവും. പക്ഷെ ആ കോടി ആൾക്കാരിൽ 1,00,000 പ്രേക്ഷകരിൽ നമ്മളെ കൊണ്ട് ഇത് പറ്റും എന്ന് നമ്മളെ വിശ്വസിപ്പിക്കാൻ എനിക്ക് ഈ കഥാപാത്രത്തെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഇയാൾ പറ്റും അവരുടെ ഒരു കാഴ്ചപ്പാടില്ലേ, അതല്ലേ ഏറ്റവും വലിയ അവാർഡ്. അതുപോലെ ഞങ്ങളിപ്പോഴും ക്യാരക്ടേഴ്സിന്റെ പേര് വരെ ഓർക്കുന്നു എന്നുള്ളതാണ്. അത് ഭയങ്കര രസമാണ്. പഴയ കാലം ഓർക്കുമ്പോൾ ഇപ്പോൾ കമ്മീഷണറിലൊക്കെ ഈ സുരേഷ് ഗോപിയുടെ കൂടെ നടന്നിട്ട് മരിച്ചു പോകുന്ന സമയത്ത് ഞങ്ങൾക്കുണ്ടായ സങ്കടം എനിക്കിപ്പോഴും ഉണ്ട്. തിയേറ്ററിൽ അന്ന് കണ്ട സങ്കടം എന്ന് പറയുന്നത്
അതൊരു ഫാമിലി മാൻ ആണെന്ന് കാണിക്കുന്നത്. അതിന്റെ ബ്രില്യൻസ് ആണ് രഞ്ജിയുടെയും ഷാജിയുടെയും ഒക്കെ ഒരു ആ സ്ക്രിപ്റ്റില്. ഇയാൾ എന്നെ പരിചയപ്പെടാൻ വരുമ്പോൾ ഞാൻ കുട്ടികൾക്ക് ചോറ് കൊടുത്തോണ്ടിരിക്കുന്നത്, ഭക്ഷണം ചപ്പാത്തി എന്താ കൊടുക്കുമ്പോൾ പിള്ളേരെനിക്ക് പാത്രത്തിൽ തട്ടുന്ന എന്ന് പറഞ്ഞിട്ട് അവരെ പഴക്ക് പറഞ്ഞ്. ഇടക്കാലത്ത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വെടിമരുന്നിന്റെ ഒരു ഒഴുക്കായിരുന്നു. ഒരു അച്ഛനും അമ്മയും എല്ലാം കൂടെ കൂടിയ അവസ്ഥയിൽ ഒരാളാണ്. അപ്പൊ ആൾക്കാർക്ക് പെട്ടെന്ന് കുട്ടി, ഫാമിലി, അയാളുടെ മരണം പ്രഷർ ഭയങ്കര. അതാണ് ഡയറക്ടറുടെ സ്ക്രിപ്റ്റ് റൈറ്ററുടെ വർക്കാണത്. നമ്മളെ ടൂളാണ്. തീർച്ചയായിട്ടും. അച്ഛൻ്റെ കുറേ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അച്ഛൻ്റെ കുറേ നാടകങ്ങൾ അത് കണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടാണ് കുടുംബത്തിലെല്ലാം കൂടെയാണ് നാടകം നടത്തിയത്. അതിനകത്തും ചിറ്റയെ കുറിച്ച് പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. ഓമന എന്നായിരുന്നു പേരുന്നത്. ചിറ്റയ്ക്ക് ഒരു കൂടി വന്ന 40-45 കിലോ ആകെ ഭാരമുള്ളൂ. ചെറിയൊരാളാണ്. പക്ഷെ ചിറ്റ സ്റ്റേജ് വന്നാൽ ഇത്രയും എത്ര പേര് നിന്നാലും ചിറ്റയെ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ ആൾക്കാർ. സ്റ്റേജ് പ്രസൻസ് എന്ന് പറയില്ലേ, അതൊരു അപാരമാണ് അവരുടെ. അത് അവരുടെ നിപ്പം എന്താണെന്നറിയില്ല. അതൊരു വലിയൊരു ഓറ, ഒരു വലിയ അവരുടെ ഒരു ഹാലോ ഉണ്ട്. ആ ഹാലോ ചുമ്മാ ഉണ്ടാകുന്നില്ല, അവർ സൃഷ്ടിക്കുന്നത്. ഇപ്പം നമ്മൾ ആൾക്കൂട്ടത്തിൽ ഒരുപാട് പേര് നിൽക്കുമ്പോൾ ഒരാളെ ശ്രദ്ധിക്കണമെങ്കിൽ ആ ആളിലൊരു പ്രത്യേക ഓറയുണ്ട് എന്ന് പറഞ്ഞാൽ ചിറ്റയ്ക്കും അത് ഭയങ്കരമുണ്ട്. പിന്നെ ചിറ്റ അത് ഉണ്ടാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ആ ആള് കഥാപാത്രമായി തീരുമ്പോഴത്തേക്കും അവിടെ നിപ്പും നടപ്പും നോട്ടവും ഈവൻ ഹിമവെട്ടൽ പോലും വ്യത്യസ്തമായിരിക്കും. അത്ഭുതം അത്. പിന്നെ ബോഡി കൊണ്ട് ഇപ്പം ഒരു പുറകോട്ട് വളഞ്ഞൊരു വല്യമ്മയുണ്ട് ചിറ്റ അഭിനയിക്കുന്നത്. വല്യമ്മ പുറകോട്ട് വളഞ്ഞു. ചിറ്റ വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരാളാന്നേ തോന്നുള്ളൂ. ഒരിക്കലും അത് അഭിനയിക്കാൻ തോന്നില്ല. അങ്ങനെയാണ് അവരങ്ങനെ. ഈ വളഞ്ഞ ആൾ ചിലപ്പം താഴെ നിന്ന് സാധനമൊക്കെ എടുക്കും, പിന്നെ എടുത്ത് വയ്ക്കും. ഇതൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഇയാൾ അങ്ങനത്തെ ഒരാളാണ്. അവരുടെ ദുഃഖങ്ങളിലൊക്കെ അവരങ്ങനെയാണ്. കാമാലിയ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വർഷങ്ങളായിട്ട് ബോംബെ പോയി താമസിച്ച് ഇപ്പോൾ പ്രായമായി. പ്രോസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു പണ്ട്. ഇപ്പം ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ കൂടെ അവരുടെ കണക്കെഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്ന കടയ്ക്കാവൂർ കാലത്തെയാണ്. കടയ്ക്കാവൂർ അത്ത എന്നാണ് പേര്. ഹിന്ദിയൊക്കെ പുള്ളി പറയുള്ളൂ. അച്ഛാ. പിന്നെ ഈ മലയാളി ഹിന്ദി പറഞ്ഞിട്ട് ഹിന്ദി മാത്രമേ അറിയാവുള്ളൂ എന്ന് പറയുന്നതിൽ അങ്ങനെ ക്യാരക്ടറാണ്. അത് ചുറ്റും നടപ്പും ഒരു ചെറിയ കുണുക്കമുണ്ട്. വർത്തമാനം അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവർ. അപ്പം അച്ഛൻ ഈ ക്യാരക്ടർ ചിറ്റോട് പറഞ്ഞു കൊടുത്തത് ഒരു അത്ഭുതമായ സംഭവമുണ്ട്. അപ്പോൾ ചിറ്റോടൊപ്പം ചിറ്റയ്ക്ക് ചിറ്റ അങ്ങനെ ഹിന്ദിക്കാരെ അറിയാൻ മേല. ചിറ്റ നമ്മളെ നാട്ടിൽ വളർന്ന ആളാണ്. അച്ഛൻ പറഞ്ഞു ഇങ്ങനെ ക്യാരക്ടറിനെ പറ്റി അച്ഛൻ പറഞ്ഞ് നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാകും. അതാണ് അച്ഛൻ പറയുന്നതിൻ്റെ പ്രത്യേകത. അപ്പം ചിറ്റോട് പറഞ്ഞു പണ്ട് വ്യഭിചാരം പ്രോസ്റ്റിറ്റ്യൂഷനൊക്കെ അന്നത്തെ കാലത്ത് ചിലപ്പം ഇവർക്ക് ഈ രോഗങ്ങൾ വരാം. ഇപ്പം അന്ന് സിഫിലിസ് പോലെയുള്ള ഈ വെനറൽ ഡിസീസസ് ഒക്കെ വരാം. അതിൻ്റെ സെക്കൻഡറി സ്റ്റേജൊക്കെ വന്നാൽ ചിലപ്പം ഈ നെർവസ് സിസ്റ്റത്തെ ബാധിക്കും. അപ്പം ചെറിയ ഒരു ഇതൊക്കെ വരാം. അത് നിനക്ക് അങ്ങനെ വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത് പിന്നെ അതിന് വലിയ ഇതൊക്കെ കൊണ്ടുവരണം, ട്രേ ഒക്കെ പിടിച്ചുകൊണ്ടൊക്കെ വരണം. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. ട്രേ ചായയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ചില സാധനങ്ങൾ ആ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് പെരുമാറുന്ന സിറ്റുവേഷൻസിൽ കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ക്യാരക്ടേഴ്സിന് ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ, മാനേഴ്സൊക്കെ. അപ്പം ചിറ്റ അത് അങ്ങനെയാണ് ചിറ്റ ഈ കുണുക്കം വന്നത്. അപ്പം ഇങ്ങനെ രോഗം വന്ന് അതിൻ്റെ സെക്കൻഡറി സ്റ്റേജ് കഴിഞ്ഞ് മാറിക്കഴിഞ്ഞാൽ ഈ നെർവസ് സിസ്റ്റത്തെ ബാധിച്ചാൽ എങ്ങനെ ഉണ്ടാകും. അത് ചിറ്റത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ഛൻ തലേ കൈവച്ച് പോയി. പെർഫെക്റ്റ് എന്ന് പറയും. അപ്പം അന്ന് അച്ഛൻ ഇങ്ങനത്തെ രോഗികളെ അനവധി കണ്ടു. മലേഷ്യയിൽ അച്ഛൻ ഈ മലായിൽ ഇരുന്ന സമയത്ത് ഈ രോഗം അവിടെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഈ പെൻസിലിൻ കണ്ടുപിടിച്ച നാളാണ്. പെൻസിലിൻ കണ്ടുപിടിച്ച പിന്നെയാണ് ഈ രോഗം മാറുന്നത്. പെൻസിലിനാണ് ഇതിൻ്റെ. അപ്പം അല്ലാതെ ഒരുപാട് പേഷ്യൻസിനെ കണ്ടുപിടിച്ച് റബ്ബർ എസ്റ്റേറ്റിൽ പറ്റി ഈ അവിടെ തമിഴിയൻസും തെലുങ്കരും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ജോലിക്കാരായിട്ട് വന്നിരിക്കുന്നത്. അതിനൊക്കെ ചീരന്മാർ, ഇവനൊക്കെ ഈ അസുഖമുണ്ട്. അപ്പം അതിൻ്റെ കഥകളൊക്കെ അച്ഛൻ ആത്മാവ് എഴുതിയിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് അച്ഛൻ പറഞ്ഞിട്ട് ഇത് ചിറ്റ ആരെയും കണ്ടിട്ടില്ല. പക്ഷെ പറഞ്ഞ് അതിലേക്ക് ചിറ്റ എത്തിക്കുക എന്നുള്ള അച്ഛൻ്റെ ഒരു ബ്രില്യൻസ് ആണ്. അത് ചിറ്റ ആകുന്ന ആ പ്രക്രിയയാണ് എന്നെ നയിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അച്ഛനെ അഭിനയത്തിനെ പറ്റി പറയുന്നു. അതിൻ്റെ ഒരു എന്നാ നേർക്കാഴ്ച ഞാൻ കാണുന്ന ചിറ്റയിലാണ്. അച്ഛൻ അഭിനയിക്കുമ്പോൾ അച്ഛന് എൻപിള്ള എന്നൊരു ഇമേജ് ഉണ്ട്. അച്ഛൻ സ്റ്റേജ് വരുമ്പോൾ എൻപിള്ള എന്ന് പറഞ്ഞൊരു ആ ഒരു ഞാൻ പറഞ്ഞത് ഇമേജ് വെച്ചിട്ടാണ് അച്ഛനെ കാണുന്നത്. ചിറ്റയെ കാണുന്ന ഇമേജ് വെച്ചിട്ടില്ല. ചിറ്റയെ ക്യാരക്ടറായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇപ്പോൾ ഒരു പട്ടാളം ഭവാനി എന്നൊരു ക്യാരക്ടർ, ക്രോസ് ബെൽറ്റ് നാടകം,
അത് പണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തുടങ്ങിയ കാലത്തുണ്ടായിരുന്ന ഒരു സഖാവാണ്. നമ്മുടെ ഗൗരിയമ്മയെ പോലെ എന്തൊക്കെ വെച്ചു. അന്ന് മുതലുണ്ടായ ഒരാളാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വട്ടായിപ്പോയി പുള്ളിക്ക്. അങ്ങനെ ക്യാരക്ടറാണ്. അയ്യോ, അത്ഭുതമാണ് അവർ ചെയ്യുന്നത്. ഒരു നിമിഷം അവരുടെ ഓരോ ചലനങ്ങളിലും ഓരോന്നും ഓട്ടവും ഭാവവും എല്ലാം അങ്ങനെ ഭ്രാന്തിയാന്ന് തോന്നി. ഭ്രാന്തിയായിട്ട് അഭിനയിക്കുകയല്ല, അങ്ങനെ അഭിനയമേ നമുക്ക് ഫീൽ ചെയ്യും, അതാണെന്ന് തോന്നി. അത് ഞാൻ പലപ്പോഴും പല കാര്യങ്ങളിലും എന്നെ സ്വാധീനിച്ച ഏറ്റവും വലിയ സ്വാധീനിച്ച ഒരു ആക്ട്രസ് ചിറ്റയാണ്. ഞാനത് തന്നെ. പിന്നെ ഞങ്ങളെ നാടക ട്രൂപ്പിൽ ഒരുപാട് ആൾക്കാർ, എസ് ജയദേവ്, രായമ്പി ദേവിൻ്റെ അച്ഛൻ, വി പി നായർ ഉർവശിയുടെ അച്ഛൻ വി പി നായർ ചേട്ടന്, കൊല്ലം ശങ്കർ, പിന്നെ എം എസ് വാരോ, മെലഡി ജോസഫ്, അങ്ങനെ ഒരുപാട് അനവധി പ്രഗത്ഭരായ നടീനടന്മാർ നമ്മുടെ ട്രൂപ്പിൽ അഭിനയിച്ചിട്ടുണ്ട് ഓരോ കാലത്തും. കോട്ടയം മത്സരം. അപ്പോൾ ഇവരോടൊക്കെ ഉള്ള അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നതും ഇവർ ക്യാരക്ടേഴ്സ് ആകുന്നതും ഇതിൻ്റെ ഒരു സമീപനമുണ്ടല്ലോ, അവരെങ്ങനെ ആകുന്നു, ആകാൻ പറ്റാഴിക, അച്ഛൻ വഴക്ക് പറയുന്നു, ചില പിണങ്ങി പോകുന്നുണ്ട്, ഇവിടെ ഞാൻ പണിക്കില്ല എന്നൊക്കെ പറഞ്ഞു അച്ഛൻ വിളിച്ച് അങ്ങനെയൊക്കെ ഒരു മാനസികമായിട്ടൊക്കെ ഇവരുടെ ഒരു അവസ്ഥയുണ്ട് ഇതിലേക്ക്. ഈ കോട്ടയം മത്സരം എന്ന് പറഞ്ഞ ആൾ ഒരു 500 ബീഡിയും തീർത്ത് കൊണ്ടുവിടെ വരും. തിണ്ണയിൽ നിന്നുകൊണ്ട് രാത്രി മുഴുവൻ ബീഡി വലിക്കുകയും പഠിക്കുകയും, എന്നിട്ട് ഉറക്കമൊന്നുമില്ല പുള്ളിക്ക്. ഇതിൻ്റെ പുറകെ തന്നെയാണ്. അങ്ങനെയാണ് അവരൊക്കെ ക്യാരക്ടർ ആകുന്നത്. പക്ഷെ അയാളൊക്കെ എന്ത് ഗംഭീര ആക്ടറായിരുന്നു. പുള്ളിയെ കാണണമെങ്കിൽ പഞ്ചവടിപ്പാലം എന്ന് പറഞ്ഞല്ലേ, അതിനകത്തൊരു മന്ത്രിയായിട്ട് വരുന്നുണ്ട് ഒരു നാടകം മുറിക്കാൻ വേണ്ടി. ഇനി പടം കാണുമെന്ന് നോക്കി, അതാണ് കോട്ടയം മത്സരം. നാടകത്തിൽ പുള്ളി ഗംഭീര ആക്ടറായിരുന്നു, പക്ഷെ സിനിമയിൽ ഇത്രമാത്രം ആയില്ല. അസാധ്യ ആർട്ടിസ്റ്റ്. അല്ല, ഇങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ഈ പാഠപുസ്തകങ്ങൾ എന്ന് പറയില്ലേ, അതുപോലല്ലേ വിശ്വകലാസമിതി, വിശ്വകേരള കലാസമിതി. അതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. ഹൗ ടു മേക്ക് എ ക്യാരക്ടർ, എങ്ങനെയാണ് കഥാപാത്രം സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ്, അതൊക്കെ കാണാനുള്ള അവസരം ഉണ്ടായി. പിന്നെ ആ അച്ഛനോടൊത്തുള്ള സഞ്ചരിക്കാനും ഈ പറഞ്ഞ വ്യത്യസ്തമായ പ്രേക്ഷകർ നമ്മുടെ ഒരു വലിയ മുതൽക്കൂട്ടല്ലേ. പ്രേക്ഷകൻ്റെ ഇഷ്ടം നമുക്ക് മനസ്സിലാവും. പ്രേക്ഷകൻ എങ്ങനെ നമ്മളെ കാണുന്നത്, ഓഡിയൻസ് ഇയർ, അവനെങ്ങനെയാണ് നമ്മളെ കാണുന്നത്, അവനെങ്ങനെയാണ് നമ്മളെ കേൾക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഭയങ്കരമായ സ്വാധീനമല്ലേ. ഇപ്പോൾ സ്റ്റേജിൽ നമ്മൾ നിൽക്കുമ്പോൾ പോലും നമുക്ക് എങ്ങനെ നിൽക്കണം എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ് അത്.